ഹൗ വി ടേൺഡ് അവർസെൽസ് ഇൻ ടു മൈക്കിൾ ജാക്സൺ എല്ലാവരും ചോദിക്കുന്നുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു, ഒരു ട്രാൻസിഷൻ ടു കവർ സോങ് ഒരു വീഡിയോ. മൈക്കിൾ ജാക്സന്റെ ഒരു സോങ് പാടിയിട്ട് എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഇൻസ്റ്റാഗ്രാമിൽ ഏകദേശം 4 മില്യൺ, 40 ലക്ഷത്തോളം ആൾക്കാർ കണ്ടു. ഒരുപാട് പേര് എന്ന് പറയുന്നു, ഒരുപാട് പേർക്ക് റിയലാന്ന് മനസ്സിലായിട്ട് നമ്മളെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. സോ അതിൻ്റെ ഒരു ബിഹൈൻഡ് ദ സീൻ ചെയ്തേക്കാന്ന് ഓർത്ത് അപ്പൊ ഞങ്ങൾ വീണ്ടും റീക്രിയേറ്റ് ചെയ്യാൻ ഓർത്ത്. ഇപ്പൊ ഞാൻ ആക്ച്വലി ബേസ് ഇട്ട്, അതുകൊണ്ടാണ് ഇത്രയും ബ്രൈറ്റ് ആയിട്ടിരിക്കുന്നത്. അപ്പൊ ഗംഗ അത് ഒന്നേന്ന് ചെയ്യാൻ പോകണം. ഞാൻ ഇട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് ഞങ്ങൾ ഈ ഫേസിൽ നിന്ന് മൈക്കിൾ ജാക്സന്റെ ഫേസിലോട്ട് ട്രാൻസ്ഫോം ചെയ്തെന്നുള്ളത്. ഇങ്ങനെ കാണുമ്പോൾ ഞങ്ങൾക്ക് റിസംബ്ലൻസ് ഉണ്ടായിരിക്കത്തില്ല, പക്ഷെ മേക്കപ്പ് നമ്മൾ അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്താൽ. ബട്ട് നമ്മൾ ഈ ലുക്കിലും കവർ സോങ്സ് ചെയ്ത സമയത്ത് പലരും വന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കുറേ പേര് കമന്റിൽ പറഞ്ഞിട്ടുണ്ട് മൈക്കിൾ ജാക്സന്റെ ലുക്ക്, മൈക്കിൾ എസ്പെഷ്യലി ജോലിൻ മൈക്കിൾ ജാക്സന്റെ പോലെ ഉണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. സ്കള്ള് അങ്ങനെയൊക്കെ കുറേ കമന്റ്സ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു ഐഡിയ വന്നു. ഇപ്പൊ മൈക്കിൾ മൂവി ഇറങ്ങിയപ്പോഴത്തേക്ക് ഞങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ ആയി. അതുകൊണ്ട് ചെയ്തേക്കാന്ന് ഓർത്ത്. സോ ലെറ്റ്സ് ട്രാൻസ്ഫോം ഇൻ ടു മൈക്കിൾ ജാക്സൺ. മൈക്കിൾ ജാക്സൺ ലുക്കിലോട്ട് ട്രാൻസ്ഫോം ചെയ്യാൻ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട സാധനമാണ് ഫൗണ്ടേഷൻ. അപ്പോൾ നമ്മൾ ഞാൻ ആദ്യമേ ഒരു ലൈറ്റർ ഷെയ്ഡ് ആയിട്ട്, കംപ്ലീറ്റ് ലൈറ്റ് ഷെയ്ഡല്ല, എനിക്ക് തോന്നി ഷെയ്ഡ് 230 ഷെയ്ഡാന്ന് തോന്നുന്നു. ഇത് 150 ഷെയ്ഡ് നമ്പറിലൊന്നും വലിയ കാര്യമില്ല, എന്നാലും ഏറ്റവും ലൈറ്റർ ഷെയ്ഡാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ ഇത് ആദ്യമേ ഒരു ബേസ് ആയിട്ട് ഇട്ട് കൊടുക്കണം. ഇത് അത്യാവശ്യം കുറച്ചധികം ഉണ്ടോണ്ടാണ് സ്പൂണിൽ എടുത്തേക്കുന്നത്. നന്നായിട്ട് തന്നെ എല്ലാം എടുത്തിടാം, എങ്കിലേ ഉള്ളൂ നമുക്ക് ഫേസ് നമുക്ക് പിന്നീട് കൂടി ഷാർപ്പാക്കി. ഇത് കൂടി പോയ ശരാ. ആദ്യമേ ചെയ്തൊരു കാര്യമുണ്ട്, മുടി കെട്ടണം. മുടി കെട്ടിയിട്ട് വരാം. മുടി ജസ്റ്റ് ക്ലിപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ലിപ്സ്റ്റിക് കൂടെ ഒന്ന് കളയണം. ഒരു സൈഡ് അത്യാവശ്യം അപ്ലൈ ചെയ്ത്. ഇതെൻ്റെ സെയിം ഷെയ്ഡാണ്. അത് ബേസ് ആയിട്ട് ഇട്ടിട്ട് കുറച്ച് ലൈറ്റർ ഷെയ്ഡ് ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് കോട്ട് ചെയ്യാം. ഇപ്പോൾ ഫേസിൽ ഫുൾ അപ്ലൈ ചെയ്ത് ഇപ്പോൾ കഴുത്തിലാണ്, നെക്കിൽ നമ്മൾ ഇത്ര ഒരു റൗണ്ട് നെക്കുള്ള ഡ്രസ്സ് ഇടുന്നത്. അപ്പം ഇത്രയും മതി. ഇത് ഏറ്റവും ലൈറ്റർ ആയിട്ടുള്ള ഷെയ്ഡാണേ. ഇത് നമുക്ക് കോട്ട് ചെയ്ത് കൊടുക്കാം. ഇതാണ് മെയിൻ. അവൾ ഓൾറെഡി അത് അപ്ലൈ ചെയ്ത് നിൽക്കുന്നുണ്ട്, കണ്ടില്ലേ? ഇപ്പോൾ അവളുടെ ഒരു ടോണിയിലോട്ട് വരുന്നുണ്ടല്ലേ. ഈ ഒരു മേക്കപ്പ് ട്രാൻസ്ഫോർമേഷൻ നമ്മളൊരു പരീക്ഷണാർത്ഥം ചെയ്തതാണ്. അതെ, ആദ്യമേ ഇവളാണ് ചെയ്തത്. ഞാൻ അവൾക്ക് ചെയ്ത് കൊടുത്തപ്പോഴത്തേക്ക് എനിക്ക് വർക്കായി മനസ്സിലായപ്പോഴത്തേക്ക് ഞാനും കൂടെ ഒന്ന്. ആക്ച്വലി നമ്മളെ കമന്റ് ബോക്സിൽ ചിലരൊക്കെ സീരിയസ് ആയിട്ടും അയ്യോ മൈക്കിൾ ജാക്സന്റെ ഫേസ് കട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴേക്കും നമ്മൾ വലിയ കാര്യമായിട്ട് എടുത്തില്ല. കാര്യം നമ്മൾ ഓൾറെഡി കോളേജിൽ ഫ്രണ്ട്സും നാട്ടിലുള്ള ചേട്ടന്മാരൊക്കെ നമ്മളെ കളിയാക്കി മൈക്കിൾ ജാക്സൺ വിളിക്കാറുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ തമാശയ്ക്ക് എടുത്തുള്ളൂ, പിന്നെ സീരിയസ് ആയിട്ട് ചെയ്ത് നോക്കുന്നു. ഓക്കെ, ഏറ്റവും ഫെയർ ആയിട്ടുള്ള ഫൗണ്ടേഷൻ ഇട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഫൗണ്ടേഷൻ്റെ ഏറ്റവും പരിപാടികളെല്ലാം കഴിഞ്ഞ്. ഇതിൽ മൈക്കിൾ ജാക്സന്റെ ഫേസിൻ്റെ ഏറ്റവും വലിയ ഫീച്ചർ എന്ന് പറഞ്ഞാൽ നല്ല ഷാർപ്പ് ഫീച്ചേഴ്സാണ് ഉള്ളത്. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം കോണ്ടൂറാണ്. നമ്മുടെ കയ്യിൽ കോണ്ടൂറില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഒരു ലിപ്സ്റ്റിക്ക് എടുക്കും. ഒരു ബ്രൗൺ ഷെയ്ഡ് തോന്നിക്കുന്ന ഒരു ലിപ്സ്റ്റിക്ക് എടുത്തിട്ടാണ് നമ്മൾ കോണ്ടൂർ ചെയ്തത്. വീഡിയോയിലും അങ്ങനെ തന്നെ ചെയ്ത്, ഇപ്പോഴും നമ്മൾ അങ്ങനെ തന്നെ ചെയ്യാൻ പോകുന്നത്. ഫൗണ്ടേഷൻ ഇട്ടിട്ട് അവളുടെ ചുണ്ടിൻ്റെ മുകളിൽ വരെ ഇട്ട് തന്നു. വെരി ഗുഡ്. അതുകൊണ്ട് ഇത് വെച്ച് കോണ്ടൂർ ചെയ്യാം. ജോ ലൈൻസ് തോന്നിക്കാനും ഒക്കെ വേണ്ടി മെയിനായിട്ട് നമ്മൾ ഈ ഏരിയയിലാണ് കോണ്ടൂർ ചെയ്യേണ്ടത്. ഇതിന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ഇതിങ്ങനെ വരയ്ക്കുന്നേ ഉള്ളൂ, ബ്ലെൻഡ് ചെയ്യുമ്പോഴാണ് കറക്റ്റ് ആകുന്നത്. എമിനെ ഓൾറെഡി ബേസ് ഇട്ടുണ്ട്. അവളെ ഒരുക്കിയിട്ട് ഞാൻ ഒരുങ്ങാമെന്ന് വിചാരിച്ചു. കാര്യം അന്ന് വീഡിയോ എടുത്തപ്പോൾ അങ്ങനെ തന്നെയാണ് ചെയ്തത്. ഇനിയിപ്പം മാറ്റി ചെയ്തിട്ട് മൊത്തം കുളവാക്കാൻ നിൽക്കണ്ട. അതുപോലെ തന്നെ വരുത്തണമല്ലോ എങ്ങനെയെങ്കിലും. യെസ്. സോ എമിനെ നമുക്ക് കോണ്ടൂർ ചെയ്യാം. മിന്നിച്ചേക്കണേ. ഞാൻ ചെയ്യുന്നതൊക്കെ ശരിയാണോ? അതേന്ന് തോന്നുന്നു, ശരിയാന്ന് തോന്നുന്നു. നോക്കാം. കണ്ടില്ലേ, കോണ്ടൂർ ചെയ്യുന്നു. ചിലപ്പോൾ സക്സസ് ആകത്തില്ല. ഇരിക്കുമോ? ഇരിക്കണം, ഇരുന്നേ പറ്റൂ. ഇത്രയും കഷ്ടപ്പാടുണ്ടായിരുന്നു അതിന് പിന്നെ. അതെ അതെ. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത കുറേ പേര് കാണുന്നുണ്ടെന്ന് യൂട്യൂബിൽ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരിങ്ങനെ ട്രെയിൻ പോലെ കിടക്കുന്നു. നിങ്ങളുടെ വീഡിയോ കാണുന്ന 99.3% ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നു. ലിപ്സ്റ്റിക്ക് വെച്ച് കോണ്ടൂർ ചെയ്തിട്ടുണ്ട്. ഈ കവളിൻ്റെ സൈഡിലും മൂക്കയിലും പിന്നെ താടിയിലും. മൂക്ക് തന്നെ ഒരു ഷാർപ്പായി പോലെ ഫീൽ ചെയ്യുന്നില്ലേ? ഇപ്പം ജസ്റ്റ് ആ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞിട്ട് ജസ്റ്റ് ആ ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് കോണ്ടൂർ കൊടുത്തിട്ടേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. യെസ്, സെയിം തന്നെ എൻ്റെ ഫേസിലും ചെയ്യാം. അപ്പോൾ ആദ്യമേ ഞാൻ ഓൾറെഡി കവളത്ത് ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി മൂക്കിൽ ചെയ്ത് കാണിച്ചു തരാം. ഇത്
ശരിക്കും ചെയ്യേണ്ടത് കോണ്ടൂറൊക്കെ യൂസ് ചെയ്തിട്ടാണ്. നമ്മളൊരു കോണ്ടൂർ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ റെഗുലറായിട്ട് കോണ്ടൂർ യൂസ് ചെയ്യുന്ന ആൾക്കാരല്ല. ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. യൂസ് ചെയ്യാതിരുന്ന ലിപ്സ്റ്റിക്കാണ് ഇപ്പോഴത് ഉപകാരപ്പെടുന്നത്. നമ്മൾ ജസ്റ്റ് തട്ടിക്കൂട്ടി എങ്ങനെയാണ് ഈ മേക്ക് ഓവർ ചെയ്തതെന്നാണ് കാണിക്കുന്നത്. അതെ, കാര്യം നമ്മുടെ ഇതിന് പിന്നിൽ കഷ്ടപ്പാടുണ്ടെന്നുള്ളത് എല്ലാവരും ഒന്ന് അറിയട്ടെ. എ എന്നൊക്കെ ഒന്ന് കമൻ്റ് ഇട്ട് പോയവരൊക്കെ ഒത്തിരി പേര് എ എന്ന് പറഞ്ഞു. അതെ, അവരെയും കുറ്റം പറയാൻ പറ്റില്ല. ബിക്കോസ് അവർക്ക് ആക്യുറസി ഫീൽ ചെയ്തുകൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ പറഞ്ഞത്. ഇങ്ങനെ ലിഫ്റ്റഡ് നോസ് ആയതുകൊണ്ട് നമ്മൾ ഇവിടെയും കൂടെ വരയ്ക്കുന്നുണ്ടേ. വരച്ച് കഴിഞ്ഞാൽ ഓർത്തത്. മൂക്കിൽ ഇതുപോലെ ലിപ് ലെയർ യൂസ് ചെയ്തിട്ട് നമ്മൾ വരച്ചേ 2 സൈഡിലും. മേക്കപ്പ് അപ്രിഷ്യേറ്റ് ചെയ്ത് കമൻറ്റ്സ് ഉണ്ടായിരുന്നു. സോ ഞങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ മേക്കപ്പ് വിമൻ. ഇനി ഐബ്രോസ് ഫില്ല് ചെയ്യണം നല്ല പോലെ. ആൻഡ് ഷേപ്പ് കുറച്ച് ഷാർപ്പാക്കി ചെയ്യാം. രണ്ടിടത്ത് ഈക്വലായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ടാസ്ക്. നെക്സ്റ്റ് ഒരു ന്യൂഡ് കാജൽ കൊണ്ട് കണ്ണിൻ്റെ അകം ഫില്ല് ചെയ്യണം. അങ്ങനെ ഇനി ഐലൈനർ യൂസ് ചെയ്തിട്ട് കണ്ണെഴുതണം, മുകളിലും താഴെ. കണ്ണെഴുതി കോണ്ടൂർ ചെയ്തു. ഇനി ഹൈലൈറ്റ് മൂക്കേലും താടിയുടെ ചുറ്റും. ഡ്രസ്സ് ഇതാണ്, മുടി ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കേൾ ചെയ്യണം. കേൾ ചെയ്തിട്ട് നമുക്ക് കേളറൊന്നും ഇല്ല, അതുകൊണ്ട് നമ്മൾ വളരെ നാച്ചുറലായിട്ട് ചെയ്യും. അതിന് അലോവേര ജെല്ലി യൂസ് ചെയ്യും. ആൻഡ് കുറച്ച് വെള്ളം എടുക്കും, ഒരു എമൾസിഫിക്കേഷൻ പോലെ. അതെ, ഇങ്ങനെ കാണിച്ചു തരാം. അലോവേര ജെല്ലി ഇതുപോലെ എടുക്കുക. ഇങ്ങനെയൊക്കെയാണ് അന്ന് ചെയ്തത്. ഇതുപോലെ കേൾ ചെയ്തു. സെയിം ഞാനും അതുപോലെ ചെയ്യാം. നന്നായിട്ട് ഇങ്ങനെ ചുരുട്ടി കൂട്ടണം. വെള്ളം അലോവേര ജെല്ലിലൂടെ യൂസ് ചെയ്ത് അങ്ങോട്ട് കേൾ ചെയ്യാം. ഇപ്പൊ കുളി കഴിഞ്ഞിറങ്ങി ഒന്നുമില്ലേ, ലിപ്സ്റ്റിക് കൂടെ ഇടുമ്പോൾ പെർഫെക്ഷനിലേക്ക് എത്തും. പിന്നെ ഗ്ലാസ് കൂടെ വെക്കണം. ലിപ്സ്റ്റിക് ഇട് ഒരു 98% ആയിട്ടുണ്ട്. ദിസ് ഈസ് ദ ലാസ്റ്റ് ലുക്ക്. ഇങ്ങനെയാണ് ഞങ്ങൾ മൈക്കിൾ ജാക്സൺ കവർ സോങ്ങിന് വേണ്ടി ട്രാൻസിഷൻ ചെയ്തു തുടങ്ങിയത്. ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ഇറ്റ്. അത്രയും പെർഫെക്റ്റ് ആണോ എന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. ചിലർക്ക് തോന്നും, ചിലർക്ക് തോന്നുന്നില്ല. ഗംഗയുടെ കുറച്ച് പെർഫെക്റ്റ് ആണെന്ന് തോന്നുന്നു. ഇതാണ് നമ്മുടെ ഗംഗ ജാക്സൺ, മൈക്കിൾ ജാക്സി. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒരുങ്ങി മാത്രമല്ല, നമ്മുടെ സൗണ്ടിൽ തന്നെ പാട്ട് പാടിയാണ്. ആക്ച്വലി ഞങ്ങൾ വെറുതെ പാട്ട് പാടി ഇടാൻ പോയതാണ്. പിന്നെയാണ് ജസ്റ്റ് ഇങ്ങനെ ഒരുങ്ങിയപ്പോഴേക്കും ഇങ്ങനത്തെ ഒരു ഐഡിയ വന്നത്. അതുകൊണ്ട് അത് നല്ല രീതിയിൽ കത്തിയിട്ടുണ്ട്. അത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. പിന്നെ നമ്മൾ ഈ ലുക്കിൽ ഒരു ഡാൻസറെ കളിച്ച് അങ്ങനെയാണ് ഇത്രയാക്കിയെടുത്തത്. കമൻറ്റ് ചെയ്യൂ, ഇഷ്ടമായോ, സിമിലാരിറ്റി ഉണ്ടോ, കൊള്ളാമെന്നൊക്കെ. യെസ്, ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ദിസ് വീഡിയോ. ഡു ലൈക്ക്, ഷെയർ, comment and subscribe. Okay, till then, next video. This is Ganga Yamuna signing off.